ബംഗളൂരു സ്ഫോടന കേസിലെ പ്രതി അബ്ദുൽ നാസർ മാദനി ജാമ്യാപേക്ഷയിൽ ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. നേത്രചികിത്സയ്ക്കായി എറണാകുളത്ത് പോകണമെന്നാവശ്യപ്പെട്ടാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. വിചാരണ പൂർത്തിയാകുന്നതുവരെ കാത്തിരുന്നാൽ തന്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നും മാദനി അപേക്ഷയിൽ വ്യക്തമാക്കി. വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വീഴ്ച വരുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ വ്യവസ്ഥകളിൽ അബ്ദുൽ നാസർ മാദനി ഇളവ് തേടിയിരിക്കുന്നത്. 1 വർഷത്തിനകം വിചാരണ അവസാനിപ്പിക്കുമെന്ന് പ്രോസിക്യൂഷനും 2 വർഷമെങ്കിലും വിചാരണ വൈകുമെന്ന് വിചാരണ കോടതിയിലെ ജഡ്ജിയും പറയുന്നതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. ഹാജരാക്കേണ്ട സാക്ഷികളുടെ പട്ടിക പോലും കൃത്യമായി പ്രോസിക്യൂഷൻ സമർപ്പിക്കാത്തതിനാൽ വിചാരണ അനന്തമായി നീളാനാണ് സാധ്യതയെന്ന് സുപ്രീം കോടതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മാദനി ചൂണ്ടിക്കാട്ടുന്നു. ഈ കാലയളവിൽ തൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടേക്കാം. നേത്രചികിത്സയ്ക്കായി കേരളത്തിലെ ശ്രീധരീയം കണ്ണാശുപത്രിയിൽ പോകാൻ ജാമ്യവ്യവസ്ഥകളിൽ ഇളവ് നൽകണമെന്നും നിലവിൽ ബംഗളൂരുവിൽ ചികിത്സയിൽ കഴിയുന്ന മാദനി ആവശ്യപ്പെടുന്നു. വിചാരണ വൈകുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സത്യവാങ്മൂലത്തിനൊപ്പം മാദനി സമർപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ അനുമതി പ്രകാരം നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് ചികിത്സയിൽ കഴിയുന്ന അമ്മയെ സന്ദർശിക്കാൻ കേരളത്തിൽ പോയ കാര്യവും മാദനി സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ജെ ചലമേശ്വറിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് അടുത്ത വെള്ളിയാഴ്ച മാദനിയുടെ ആവശ്യം പരിഗണിക്കും. ബി ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി.